നമസ്കാരം. ഞാൻ ഇന്നലെ ബിഗ് ബോസ് മലയാളം എപ്പിസോഡ് കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു മോശപ്പെട്ട ഒരു കാര്യം നടന്നായിരുന്നു. അനുമോൾ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ബെഡിൽ നെവിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് വെള്ളം എടുത്ത് കുഴിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാരെന്ന് പറഞ്ഞാൽ ആര്യൻ, നെവിൻ, അക്ബർ ഇവരാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാർ. വളരെ വേർസ്റ്റായിട്ടുള്ള മോശപ്പെട്ടുള്ള ക്യാപ്റ്റന്മാരാണ് ഇവർ. ആ വീടിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല, ഭക്ഷണങ്ങൾ കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല, അങ്ങനെ ഭയങ്കര പരാതിയാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ആര്യൻ ഈ കിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കാറുണ്ട്, ഷാനവാസിക്കുകയും അനിമോളെയൊക്കെ. അപ്പോൾ ഈ ആര്യനായിട്ട് സംസാരിക്കുന്ന സമയത്ത് നെവിൻ വന്നു. അപ്പം നെവിൻ അല്ലെങ്കിലും അനിമോളോട് ചെറിയൊരു പ്രശ്നമുള്ളതാണ്. അപ്പം നെവിൻ കുപ്പി വെള്ളം കൊണ്ടുവന്നു, കുപ്പിയിലല്ല കപ്പിൻ്റെ അകത്ത് വെള്ളം കൊണ്ടുവന്നു അനിമോളുടെ ദേഹത്ത് തളിച്ച്. അപ്പം അനിമോള് ഒരു ചാടി വിൽക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അനിമോളുടെ ദേഹത്ത് നെവിൻ വെള്ളം ഒഴിച്ചു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നെവിൻ ചെയ്ത പരിപാടി. അനിമോള് ഉറങ്ങുമല്ലായിരുന്നു, ഇങ്ങനെ കണ്ണു തുറന്നവനോട് സംസാരിക്കുമായിരുന്നു. ഇവൻ പണ്ട് തൊട്ടേ ഇവൻ ആദ്യമൊക്കെ ആ ജിസേലിൻ്റെ പ്രശ്നത്തിന് ശേഷം അനിമോളുമായിട്ട് ഭയങ്കര ഒരു ഉടക്കുണ്ട്. ആ വീട് വിട്ടിറങ്ങി ഓടിയില്ല. അതിനുശേഷം അനിമോളോട് ഒരു ദേഷ്യമുണ്ട്. അതിൻ്റെ ഇതൊക്കെ തീർക്കുവാണിപ്പോൾ. പക്ഷെ നെവിൻ ചെയ്തത് മഹാവൃത്തികേട് തന്നെയാണ്. ഇങ്ങനെ വെള്ളം എടുത്ത് ഒരാൾ ഉറങ്ങുകയായിരുന്നെങ്കിൽ, നന്നായി ഉറങ്ങുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ അയാളുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു എന്നാണ്. ആ ജിസേലിൻ്റെ ചുണ്ടത്ത് തൊട്ടെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഇതും മോശം തന്നെയാണ്, ഒരാൾ ഉണർന്നിരിക്കുമ്പോൾ അയാളുടെ ദേഹത്ത് വെള്ളം തളിക്കുന്നത്. ഈ കുറച്ച് ആഴ്ചകളായിട്ട് നെവിൻ വളരെ ഓവറാണ്. മുമ്പൊക്കെ നെവിൻ വളരെ കോമഡിയും എൻ്റർടൈനറൊക്കെ ആയിരുന്നു. ഇപ്പം അവിടെയുള്ള ഒട്ടുമിക്ക ആളുകളുമായിട്ട് ഭയങ്കര വെറുപ്പാണ്, അവർക്കൊക്കെ വെറുപ്പാണ്, ഭയങ്കര വെറുപ്പിക്കലാണ് ഇപ്പം നെവിൻ. ഇപ്പം ഇത് തന്നെ ഇതിന് മുമ്പേ ടാസ്ക് ചെയ്യുന്ന സമയത്ത് അനിമോളെ ബോളെടുത്തെറിയുകയും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ച് അങ്ങനെ പല രീതിയിലും അനിമോളെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചതിൻ്റെ അകത്ത് നെവിൻ്റെയിലും തെറ്റുണ്ട്, അനിമോളുടെ തെറ്റുണ്ട്. അനിമോളും വെള്ളം തിരിച്ചൊഴിച്ചു. അതിൻ്റെ റിവെഞ്ചായിട്ട് നെവിൻ കുറേ വെള്ളം എടുത്ത് ബെഡിൽ ഒഴിച്ചു. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും നമുക്ക് പരാതി ഉണ്ടെങ്കിൽ ബിഗ് ബോസിനോട് പറയാം. ഇനിയിപ്പോൾ ശനിയാഴ്ച വരുമ്പം ഇത് ഭയങ്കര പ്രൊമോ ആയിരിക്കും, നമ്മളെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പ്രൊമോ ഒക്കെ ആയിരിക്കും. സത്യത്തിലൊന്നും കാണത്തില്ല. ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലും പിടിക്കാൻ പോകുന്നത് അനിമോളെയാണ്. കാരണം ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ചത്തേക്ക് എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ
ചില ആളുകളെ വളരെ സ്നേഹത്തോടെ ശകാരിച്ചു വിടുകയാണ്, ഓമനിച്ചും താലോലിയൊക്കെ വിടുകയാണ് നെവിനെയും ആര്യനെയും പറഞ്ഞ്. പകരം ഷാനവാസിക്ക് അടുത്ത് ദേഷ്യപ്പെടുകയും ഷാനവാസിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കാണ് ലാലേട്ടൻ ഇപ്പം പെരുമാറുന്നത്. എന്നിട്ട് പണിയും കൊടുക്കും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം ഈ ശനിയാഴ്ച ലാലേട്ടൻ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുകയും അനുമോളുടെ അല്ലെങ്കിൽ ആര്യന് ഒരു വാർണിംഗ് കൊടുക്കുകയും ചെയ്യുന്ന എനിക്കൊരു വിശ്വാസമില്ല. കാരണം ഇപ്പം ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചു നിർത്തുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഇത് മോശമായിട്ടുള്ളൊരു കാര്യം. ഇനി നെവിനെ നിർത്തേണ്ട ഒരു ആവശ്യമില്ല. കഴിയുന്നതും ഈ ആഴ്ച തന്നെ നെവിനെ എവിക്റ്റാക്കി വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, ഭൂരിഭാഗം ആളുകളുടെ ആഗ്രഹം നെവിനെ ഇവിടുന്ന് പുറത്താക്കണം. അല്ലെങ്കിൽ ഇനിയും അനുമോളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പല പ്രാവശ്യം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇപ്പോൾ ലാലേട്ടനൊക്കെ പിടിക്കുന്ന സമയത്ത് ഈ നെവിൻ ഓവറായിട്ട് ക്യൂട്ട്നെസ് ഇടുകയും എക്സ്പ്രഷനൊക്കെ ഇടുകയും ചെയ്യുന്ന ഒരാളാണ് നെവിൻ. ഇനി ശനിയാഴ്ച ലാലേട്ടനെ പറ്റി ചോദിക്കുമ്പോൾ അപ്പോഴും ഒരുപാട് എക്സ്പ്രഷനും ക്യൂട്ട്നെസ്സൊക്കെ വിതറും. എനിക്കും വിശ്വാസമൊന്നുമില്ല ലാലേട്ടൻ ഇത് വലിയ സംഭവമാണ്. അനുമോളെ സേവ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഒന്നെങ്കിൽ നെവിനെ ഈ ആഴ്ച ഇവിടുന്ന് പറഞ്ഞു വിടുക, അല്ലെങ്കിൽ നെവിന് വലിയൊരു പണി കൊടുക്കുക. അല്ലെങ്കിൽ നെവിന് ഇത്രയും എന്തോ ഫിനാലയുടെ ഇതാണല്ലോ ടോപ്പ് 5, അതിൻ്റെ അകത്തുനിന്ന് നെവിൻ എടുത്ത സ്കോർ കുറയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും പണി നെവിന് കൊടുക്കണം, അല്ലെങ്കിൽ പുറത്താക്കി വിട്ടേക്കണം. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്ത് പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അക്ബർ, നെവിൻ, ആര്യൻ, ഇവർ 3 പേരുമാണ് ഇപ്പം ക്യാപ്റ്റന്മാർ. ഞാൻ പറഞ്ഞ പോലെ വളരെ മോശപ്പെട്ട ക്യാപ്റ്റന്മാരാണ്. ബിഗ് ബോസിലെ സീസൺ 7 ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റന്മാരാണ് ഇവർ 3 പേരും. അക്ബർ ആദ്യമായിട്ടാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. അതിൻ്റെ പ്രത്യേകതയൊന്നും അക്ബർ ചെയ്തൊന്നുമില്ല. ഇപ്പം ഇവർ 3 പേരും ഗ്രൂപ്പുമായി. എന്നിട്ട് അനുമോൾ ടാർഗറ്റ് ചെയ്യാൻ ചില സമയത്ത് നെവിൻ ഷാനവാസിക്ക് അടുത്ത് പറയും. അത് ഒരുപാട് നേരം കാണത്തില്ല, കാരണം ഷാനവാസിക്ക് അത് കൊടുത്ത് വിടും. അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അനുമോളുടെ ഫ്രണ്ട്സായ ആദിലയും നൂറയും വലുതായിട്ട് ഇടപെട്ടില്ല. കാരണം അവർ അധികം അനുമോളുടെ പ്രശ്നങ്ങളൊന്നും ഇടപെടാത്തവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരൊരു സേഫായിട്ട് നിൽക്കുന്ന രീതി, അവരെയും വെറുപ്പിക്കാതെ അനുമോളെയും കാക്കാതെ, അല്ലാതെ ഒരു സേഫായിട്ടുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അത് അങ്ങനെയല്ല. കാരണം ആദില തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദിലയുടെ ബിഗ് ബോസിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അനുമോളാണ്. അപ്പോൾ ഈ അനുമോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം തിരക്കാൻ ചൊല്ലി ഒന്നും ചെയ്തില്ല. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൽ അനുമോൾ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അനുമോൾ പറയുന്നതും കേട്ടായിരുന്നു, ഇനി ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളോട് മിണ്ടത്തില്ല. അനുമോളിനെ ഹെൽപ്പ് ചെയ്യാനും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഷാനവാസിക്ക് മാത്രമേ ഉള്ളൂ. ഈ നെവിൻ്റെ കുടുത്തക്കേടുകൾ, വെറുപ്പിക്കൽ കൂടിക്കൂടി വരികയാണ്. ഇന്നും നെവിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഷാനവാസിക്കയുടെ നേരെ എന്തോ പാലോ തൈരോ എന്തോ എടുത്ത് ഒഴിക്കുന്നുണ്ട്. എന്തോ ഷാനവാസിക്ക് എന്തോ കുഴഞ്ഞു വീണെന്ന, അല്ലെങ്കിൽ അത് അഭിനയമാണെന്നൊക്കെ പറഞ്ഞ് നെവിൻ നിൽക്കുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഫിസിക്കൽ അസോൾട്ട് വേണ്ട എന്ന്. പക്ഷേ നെവിൻ എന്താ പറയുക, എന്തോ ഭ്രാന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് നെവിന് നല്ല പണിഷ്മെൻറ്റ് ബിഗ് ബോസ് കൊടുക്കണം. ഈ കാര്യം ലാലേട്ടൻ സംസാരിക്കണം. ജനങ്ങൾക്ക് കുറെ കൂടെ ലാലേട്ടൻ്റെ ഈ ബിഗ് ബോസിന് കുറെ കൂടെ ഇഷ്ടം തോന്നണമെങ്കിൽ ഈ കാര്യം ലാലേട്ടൻ പറയേണ്ട രീതിയിൽ പറയേണ്ട പോലെ പറയണം. എന്നാലേ ആളുകൾക്ക് ഈ ബിഗ് ബോസിനോട് കൂടുതലും ഇഷ്ടം തോന്നത്തുള്ളൂ. അല്ലാതെ വെറുതെ സംസാരിച്ച് വെറുതെ
എന്താ പറയുക, ശകാരിച്ച് വിട്ടിട്ട് കാര്യമില്ല. പറയേണ്ട രീതിയിൽ പറയേണ്ടതുപോലെ പറയണം. അന്ന് ലക്ഷ്മിയും പിന്നെ മസ്താനിയുടെ ആ ഒരു പ്രശ്നത്തിൽ അതിന് അതേപോലെ സംസാരിക്കണം ലാലേട്ടൻ. ഈ 3 ഗ്രൂപ്പും ഉണ്ടല്ലോ, ഈ ആര്യൻ, അക്ബർ, നെവിൻ, ഇവർ 3 പേരും എന്താ പറയുക, ഭയങ്കര ഒരു ഉടായ്പ് ടീമാണ് ഇവർ 3 പേരും. ഇപ്പം ആര്യൻ അനുമോളുമായിട്ട് എന്തോ ഒരു ഇതുള്ളത്. ഈ ആര്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ നോവിച്ച രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ് ആര്യൻ. നെവിനാണെങ്കിൽ വെറുതെ അനുമോളുടെ പുറകെ ചെന്ന് വഴക്കിട്ട് വെറുപ്പിക്കലാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ ഈ അക്ബറിന് കളിക്കാനൊന്നും അറിയത്തില്ല. ഒരു ധൈര്യത്തോടെ നിന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു ഇതുമില്ല. ഷാനവാസിയുടെ പോയി അടി കുറേ മേടിച്ചിട്ടുള്ള ആളാണ്. അയാൾക്ക് അക്ബറിന് ഈ എന്താ പറയുക, ഈ കളിയാക്കി പാടാനേ അക്ബറിന് അറിയത്തുള്ളൂ. അത് മോശപ്പെട്ടൊരു ഗെയിമിങ് തന്നെയാണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇപ്പോഴത്തെ ഈ വീക്കിലെ അല്ലെങ്കിൽ ഈ സീസൺ 7 ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാർ. അപ്പോൾ ഈ നെവിനെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ 7 കുളമാവും. കാരണം ഇന്നലത്തെ പ്രശ്നം ആളുകൾക്ക് വെറുപ്പായിട്ടുണ്ട് നെവിനോട്. കാരണം നെവിൻ ഫണ്ണി ആയിട്ടുള്ള ഒരാളായിരുന്നു, ഇപ്പോൾ വെറുപ്പിലേക്ക് പോയി. നെവിനാണ് ഗെയിമും കളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഈ വഴക്കുണ്ടാക്കുകയാണ് പണി. അതുകൊണ്ട് ഇപ്പം ചെയ്ത ഈ കാര്യത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരാൾ കിടക്കുന്ന ബെഡിൽ വെള്ളം ഒഴിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നെവിനെ നിർത്തണോ അതോ ഇവിടുന്ന് എവിക്റ്റാക്കി വിടണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?